റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോൺസ് ആൻഡ് ജോയിന്റ്സ് എങ്ങനെ ഹെൽത്തിയായി സംരക്ഷിക്കാം? ഒന്നാമത്തെ കാര്യം ബേക്കറി ഐറ്റംസും ഫ്രൈഡ് ഐറ്റംസും ഇത് പരമാവധി കുറയ്ക്കുക. കാരണം ഇതെല്ലാം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അങ്ങനെ ജോയിന്റ് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിന് പകരം ആൽമണ്ട്സ്, നട്ട്സ് പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ബെറീസ്, അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾ സാലഡ്സും ഇതെല്ലാം കൂടുതലായി കഴിക്കുക. ഇതെല്ലാം നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആണ്. പിന്നെ ചെയ്യേണ്ടത് ഡയറ്റിൽ പ്രോട്ടീൻസ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. മിൽക്ക്, എഗ്ഗ്, ഫിഷ്, ചിക്കൻ ഇതെല്ലാം നല്ലതാണ്. കഴിവതും ഫ്രൈഡ് അല്ലാതെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ചെറുപയർ, സോയ ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പോൾ പുലർച്ചെയുള്ള ഭക്ഷണ സമയത്ത് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലും ഈവനിങ് പ്രോട്ടീൻസ് കൂടുതലോ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ യൂറിക് ആസിഡ് കൂടും, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, സ്റ്റിഫ്നെസ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഇനി എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചാൽ ഒരു ദിവസം മിനിമം 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉണ്ടാകുന്നൊരു സംശയം ഈ ഒരു സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായും പറ്റും. ഭക്ഷണത്തിന് ശേഷം ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നടക്കാം. ജോയിൻറ്റ്സ് സ്റ്റിഫ് ആവാതിരിക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്യാം. കൂടുതൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഈ സമയത്ത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ പുണ്യമാസത്തിൽ നോമ്പെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വീണ്ടും കാണാം. ബൈ.